നിങ്ങൾ പെണ്ണ് കാണാൻ പോയി എത്ര സമയത്തിന് ശേഷമാണ് ഈ വിവാഹം നടന്നത്? അത് 6 മാസത്തോളം അയക്കുന്നു. അവർക്ക് വേണ്ടെന്നാ പറയുന്നത്. പ്രത്യേകിച്ച് കാരണം അവരൊന്നും പറയുന്നില്ല. അവർക്ക് കല്യാണം വേണ്ടാന്ന് പറഞ്ഞു. പെൺവീട്ടുകാർ പറഞ്ഞു. കാരണം ഇത് എന്നാന്ന് ചോദിച്ചാൽ ഈ കല്യാണം നടന്ന മോൻ ജർമ്മനി കൊണ്ടുപോകും. അത് കല്യാണം കഴിക്കുമ്പോൾ എല്ലാവരോടും പറയും ഞങ്ങൾ ജർമ്മനി കൊണ്ടുപോകാനാണ്, ഇവിടെ നിർത്താനല്ല എന്ന് പറയും. അപ്പോൾ വരുന്നവർ മുഴുവനും ജർമ്മനി പോകാനാണ്, അങ്ങനെയുള്ള താല്പര്യമാണ് വന്നിനി. അവർക്കിനി താല്പര്യക്കുറവുണ്ടോ നമുക്ക് അവരുടെ വീട്ടിൽ നടന്ന് നമുക്ക് എന്താണെന്നറിയില്ലല്ലോ. ഒരു സംഭവം അങ്ങനത്തെ ഒറ്റ സംഭവമുള്ളൂ, അതെല്ലാവരും അറിഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ ചെയ്തതുമാണ്, നമ്മൾ നിശ്ചയം കഴിഞ്ഞ നമുക്ക് മറച്ചു വെക്കാൻ പറ്റത്തില്ല. എല്ലാം അറിഞ്ഞുകൊണ്ടാണ്. കോട്ടയത്ത് ഇങ്ങനൊരു സംഭവം ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ടാണ് ഞങ്ങളിതിന് സമ്മതിച്ചത്. അവൾ പറഞ്ഞ് അവിടെ ഫോണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ആ ഫോണ് ചെക്ക് ചെയ്തിട്ട് ഇത് എന്താ സംഭവം നടന്നത്, ഇത് നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണം. കാരണം ഞങ്ങൾക്കതറിയണം. ഞങ്ങൾ സ്ത്രീധനം ചോദിച്ച് എൻ്റെ മോൻ്റെ കുറ്റം പറഞ്ഞാണ് ഇത് ചെയ്തെങ്കിൽ അതെന്താന്നുള്ളത് തെളിവ് ഞങ്ങൾക്ക് കിട്ടണം. ഞങ്ങൾ ഒരിക്കലും ഒരു കാരണം എനിക്കൊരു മോളെ അയച്ചിട്ടുണ്ട്, അതിനൊരു ഭാവിയുള്ളതാണ് എന്ന് പറയുന്ന പോലെ വരുന്ന പെൺകുട്ടിക്കും അല്ലാതെ ഒരു പെൺകുട്ടീനെ തകർത്തിട്ട് ഞങ്ങൾക്കൊരു ജീവിതം അല്ല അവിടെ സ്വത്ത് വേണമെന്ന് ഒരിക്കലും ഞാൻ ഇത് പറയില്ല. അവിടെ ഫോണും എടുത്തിട്ട് ആ ഫോണിൽ ഞങ്ങൾക്ക് തെളിവ് നിങ്ങളെല്ലാവരും കൂടി താക്കി തരണം. മർദ്ദിച്ചു എന്നുള്ളത് കൊണ്ട് ഒരു പിഴവ് സംഭവിച്ചു എന്ന് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ട്. അതില്ലെന്ന് ഞങ്ങൾ ഒരിക്കലും പറയില്ല. കാരണം ഈ ഫോണിൻ്റെ പ്രശ്നം കാരണമാണ് അവിടെ വാക്കുതർക്കം ഉണ്ടാവുന്നത്. അതുവരെ അന്ന് വരെ ഇവർ ഒന്നിച്ച് നടന്ന് ഒന്നിച്ച് സഹകരിച്ചു. അത് ഇവനെ വഞ്ചന കാണിച്ചെന്നാണ് പറയുന്നത് എൻ്റെ കുട്ടി. അത് പറയണോ? ഉള്ളേശം വെള്ളം അടിക്കും, സിഗരറ്റും വലിക്കും. ഫസ്റ്റ് ഞങ്ങൾ തൃശ്ശൂർ പോകുമ്പോൾ തൃശ്ശൂർ പൂരത്തിന് 2 ദിവസം കുട്ടി ഞങ്ങളുടെ കൂടെ ഉണ്ട്. കല്യാണത്തിന് മുന്നേ അങ്ങനെയാണ് ഞാൻ ഈ കുട്ടീനെ വീണ്ടും കാണുന്നത്. ഞങ്ങൾ തൃശ്ശൂർ പോവാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ കുട്ടീനെ കാണാം, അല്ലെങ്കിൽ ഞങ്ങൾ ഓഡിറ്റോറിയം ബുക്ക് ചെയ്തിരുന്നു, മറ്റേ കല്യാണത്തിന് വേണ്ടി ഓഡിറ്റോറിയം ബുക്ക് ചെയ്തു. അപ്പോൾ അത് നേരിട്ട് കാണണം, ഞങ്ങൾക്ക് തുണിയെടുക്കണം. അപ്പോൾ ഇതിനോട് ചോദിച്ചവൻ പറഞ്ഞു, അപ്പോൾ ഇവരുടെ അച്ഛൻ വന്നവൻ പറഞ്ഞു ഞങ്ങളും വരാം, ഓഡിറ്റോറിയം കാണാൻ വരാം, ഞങ്ങൾക്ക് എല്ലാം സംസാരിക്കാം, ഓക്കെ ആക്കാമെന്നൊക്കെ പറഞ്ഞു. പക്ഷേ അച്ഛൻ വന്നില്ല, മോള് വന്നിരുന്നു. മോള് വന്നപ്പോൾ അത് ഞങ്ങൾ ഇവിടെ പോയിട്ട് എവിടെ പോയ കൂട്ടിക്കൊണ്ടിരുന്നു, അവിടെ പോയി കൂട്ടിക്കൊണ്ട് വന്നു കഴിഞ്ഞ് തലേദിവസം ഞങ്ങളുടെ കൂടെ നിന്നു. അന്ന് പൂരം കാണാൻ 2 ഞങ്ങൾ കൈ പിടിച്ച് നടക്കുകയാണ്. ഞങ്ങളുടെ കൂടെ വരുന്നില്ല, കുട്ടി ഞങ്ങളുടെ കൂടെ വരുന്നുമില്ല, സഹകരിക്കുന്നില്ല, ഒന്നുമില്ല. 2 പൂരപ്പറമ്പിൽ കൂടെ ഇങ്ങനെ ഇതും കണ്ട് നടന്ന് അങ്ങനെ സന്തോഷമായിട്ട് നടന്ന് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് കാറിനകത്തുണ്ടായിട്ട് പോലും ഞങ്ങളോട് സഹകരിക്കാത്തൊരു കുട്ടിയാണ്. അങ്ങനെ ഫസ്റ്റ് മദ്യപിക്കുകയാണ് കാറിലിരുന്ന്. ഞാൻ മോൻ്റെ കൂടെ എൻ്റെ കൂടെ ഇരുന്ന് എൻ്റെ മരുമോൾ മദ്യപിക്കുന്നത് ഞാൻ കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ എനിക്കെന്തെങ്കിലും പറയാനുണ്ടോ? പിന്നല്ലേ ഞാൻ നോക്കുക, മോൻ്റെ മുഖത്തോട്ടാണ് നോക്കുന്നത്. പക്ഷെ അന്ന് ഞങ്ങൾ കണ്ട് സിഗരറ്റ് വലിക്കുന്ന ആളാണ്, പക്ഷെ അന്നും മദ്യപിച്ചിട്ടുണ്ടെന്നാണ് ഞങ്ങളുടെ തല. പക്ഷെ മയക്കുമരുന്ന് ഒരിക്കലും എൻ്റെ മോൻ ചെയ്യൂല. ലക്ഷം വെള്ളം അടിക്കും. അത് കമ്പനി ഒന്നുമില്ല, അതെനിക്ക് പറയാൻ കഴിയില്ല. പെൺകുട്ടി അങ്ങനത്തെ അത്തരത്തിലുള്ള ഇതല്ല. പക്ഷെ അമ്മയ്ക്കും അച്ഛനും അറിയില്ല. കുട്ടികൾ ഒരിക്കലുമല്ല അങ്ങനെ എൻ്റെ മോൻ ചെയ്യൽ ഞാൻ കഴിക്കുമെന്നുള്ളത് ഞാൻ ഉറപ്പ് തരാം. അന്ന് മദ്യപിച്ച് കാണും ഇല്ലെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. കാരണം കല്യാണത്തിന് പോയതല്ലേ, കല്യാണം വീട്ടിൽ ബീച്ചിൽ പോകുന്നത്. ബീച്ചിൽ പോകുന്നുണ്ട്. അവർ ഇറങ്ങി കാറെടുത്ത് ബീച്ചിൽ പോയല്ലോ. കല്യാണത്തിന് പോയി വന്നപ്പോൾ കാറെടുത്ത് ബീച്ചിൽ വന്നതിന് ശേഷം കട്ടുമേ കിടന്നതിന് ശേഷമാണ് ഈ പ്രശ്നം ഉണ്ടാവുന്നത്. റൂമിൽ ചെന്നതിന് ശേഷം അതാണ് ഞങ്ങൾ അറിയാതായിപ്പോയത്. കാരണം ഒന്നിച്ച് നടന്ന് സഹകരിച്ച് ആദ്യം മുതൽ വഴക്കോ കച്ചറയോ ബഹളമോ സ്ത്രീധനത്തിൻ്റെ പേരിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞങ്ങളത് ശ്രദ്ധിച്ചേനെ. ഇതൊരു തരത്തിലും ഇത് വരാത്തതിനെ കൊണ്ട് നമ്മൾ എന്ത് ശ്രദ്ധിക്കാനാ? ഇപ്പോൾ ഒരു വാക്ക് സ്ത്രീധനം സംബന്ധിച്ച് എന്തെങ്കിലും ഒന്നുമില്ല. ഞങ്ങൾ ഒരു സ്ത്രീധനത്തിൻ്റെ കാര്യം കാരണം ഇവിടെ ഇരുന്നാണ്ട് അച്ഛനും എല്ലാവരും കൂടെ വന്ന സമയത്ത് ഞങ്ങളോട് ചോദിച്ചു, അമ്മേ മോന് എന്താ സ്ത്രീധനം മോന് സ്ത്രീധനം കൊടുക്കണോ, നിങ്ങൾ ആവശ്യപ്പെടുന്നുണ്ടോ? ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് സ്ത്രീധനം വേണ്ട, അവരോട് സ്ത്രീധനം വേണ്ട എന്ന് പറഞ്ഞിട്ട് പിന്നെ ഞാൻ മോളോട് ചോദിക്കാൻ കഴിയും, എനിക്ക് ഒരിക്കലും സ്ത്രീധനം വേണ്ട, എനിക്കത് കിട്ടിയിട്ടുള്ള ഇത് വേണ്ട. കാരണം കല്യാണത്തിന്
ഈ പന്തലിൽ, അതായത് പിന്നെ ഗുരുവായൂർ കല്യാണത്തിന് ഞാൻ പറഞ്ഞില്ലേ, അവിടെ നടന്ന പരിപാടിക്ക് മുഴുവനും 6 ലക്ഷം രൂപയോളം ഇവൻ ചിലവാക്കിയെന്നാണ് പറയുന്നത്, അറിഞ്ഞത്. അത്രയും ഇവരയിലുണ്ട്. പിന്നെ ഇവർ മന്ത്രകോടി ഞങ്ങൾ കൊടുക്കും. മന്ത്രകോടി കൊടുക്കുമ്പോൾ ഈ അമ്മ മോനോട് പറഞ്ഞു, അത് എന്നോടല്ല പറഞ്ഞു, മോനോട് പറഞ്ഞു, മന്ത്രകോടി വെക്കുമ്പോൾ അതിനകത്ത് പൊന്നിൻ്റെ വെച്ച് തരണമെന്ന്. അതിനാരപ്പം അവൻ്റെ ഒരു പിന്നെ ഇത് ലോക്കറ്റില്ലേ, ഗോൾഡ്, അത് മേടിച്ചിട്ടാണ് ഇവരുടെ മന്ത്രകോടിക്കകത്ത് വെക്കുന്നത്. അത് കോയിനെ അതുവരെ ഞങ്ങൾക്ക് തിരിച്ചു തന്നിട്ടില്ല. പിന്നെ ഇവിടെ കയ്യിലൊരു പവൻ്റെ മോതിരം, അരപ്പവൻ്റെ മോതിരം അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടാണ്, അത് ഞങ്ങൾക്ക് തിരിച്ചു തന്നിട്ടില്ല. ഇപ്പോഴും അവരുടെ കയ്യിലാണ് ഞങ്ങളുടെ പൊന്നിരിക്കുന്നത്. നിങ്ങളുടെ ആവശ്യം സൈബർ സെൽ അന്വേഷിക്കണം എന്നുള്ളതാണ്, ഫോൺ ഉൾപ്പെടെ പരിശോധിക്കണം. പരിശോധിക്കണമെന്ന് അത് തീർച്ചയായിട്ടും വേണം. ഞങ്ങൾ അതിന് ആവശ്യപ്പെടുന്നുണ്ട്. കാരണം ഞങ്ങളുടെ പേരിൽ കുറ്റമില്ലാത്തടത്തോളം കാലം ഇത് എന്തുകൊണ്ട് ഈ വഴക്ക് വന്നു, എന്തുകൊണ്ട് മോൻ അടിച്ചു, അത് ഞങ്ങൾക്ക് തെളിയിക്കണം. കാരണം എനിക്കത് തെളിയിക്കണം. അത് തെളിയിക്കാതിരിക്കാൻ പറ്റൂല. കാരണം ഇത്രയും ആരോപണം ഉന്നയിക്കുക ലോകമൊട്ടാകെ അറിയുന്നുണ്ട്. ഞങ്ങൾ ചെയ്യാത്ത ഒരു തെറ്റിന് ഞങ്ങൾ ഇത് അനുഭവിക്കുമ്പോൾ ഇത് എന്ത് കാരണമെന്ന് ഞങ്ങൾക്കത് മനസ്സിലാക്കണം. ഓളോട് ഞങ്ങൾ നമ്മളോട് സഹകരിക്കുന്നില്ല. അതായത് ഇവിടെ ഒരു ജോലിക്ക് വരുന്ന ഒരാളുണ്ട്, ആളിന്ന് വന്നിട്ടില്ല. ഉണ്ടെങ്കിൽ ഓരോട് ചോദിച്ചു നോക്കി ഇവിടുത്തെ കാര്യം ഓൾ ഞങ്ങളോട് ചെയ്ത് എന്താണെന്ന് അവർ പറഞ്ഞു തരും.